ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രഹ്മയുഗം തിയേറ്ററിൽ പോയി കണ്ടു. സിനിമ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് സിനിമ അത്രയ്ക്ക് അങ്ങോട്ട് കണക്റ്റ് ആയില്ല എന്നുള്ളതാണ്. സിനിമ മോശം എന്നുള്ള ഒരു രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. സിനിമ എന്നിലെ പ്രേക്ഷകന് ഒരു സംതൃപ്തി കിട്ടിയില്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ സിനിമ മോശമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. സിനിമ അത്യാവശ്യം നല്ല ഹെവി സാധനം തന്നെയാണ്. തിയേറ്ററിൽ പോയി തന്നെ കാണുക. അത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിലാണ്, കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സിനിമ. അതിനകത്ത് പറഞ്ഞു പോകുന്ന കുറേ കാര്യങ്ങളും കഥകളും ഒക്കെ നൈസാണ്. കുറച്ച് സ്ലോ പേസാണ്. ഫസ്റ്റ് ഹാഫിനെക്കാട്ടും കുറച്ചും കൂടി ഇൻറ്റൻസീവായിട്ട് തോന്നിയത് സെക്കൻഡ് ഹാഫാണ് കേട്ടോ. പിന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് കണ്ടിട്ട് ഇനിയിപ്പോൾ ഒരുപാട് പേര് എന്നെ കുറ്റം പറയായിരിക്കും. എന്നിലെ സിനിമ ആസ്വാദകൻ ആ സിനിമയിലേക്ക് ഇറങ്ങി ചെല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് സിനിമ കംപ്ലീറ്റ്ലി ഒരു മുഴുവൻ അല്ലെങ്കിൽ ഒരു പൂർണ്ണ സംതൃപ്തനായി എന്ന് ഞാൻ പറയില്ല. മീൻസ് ആ സിനിമേൻ്റെ ആ ഒരു ഇൻറ്റൻസീവ് മൂഡിൽ എനിക്ക് സഞ്ചരിക്കാൻ അല്ലെങ്കിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതിപ്പോൾ എന്നിലെ സിനിമാസ്വാദകൻ്റെ പ്രശ്നമായിരിക്കാം. ഒരുപാട് പേര് സിനിമ നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനും സിനിമ മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ എന്നിലെ സിനിമാസ്വാദകന് അതൊരു സംതൃപ്തി കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രേമലു കണ്ടപ്പം ആ ഒരു ഇതിൽ കിട്ടി. ഇത് കമ്പാരിസൺ അല്ല കേട്ടോ, പ്രേമലു അതുമായിട്ടല്ല. ഒരു സിനിമയിൽ ഇങ്ങനെ ഇഴുകി ചേർന്ന് നമ്മളിങ്ങനെ പോകുമ്പോഴാണ് മീൻസ് അതിൽ ഓരോ മൊമെൻറ്റും നമുക്ക് പെട്ടെന്നൊരു ഇത് ഉണ്ടാക്കുന്നത്. ആ സംഭവം എനിക്ക് ഈ സിനിമയിൽ എനിക്ക് കിട്ടിയില്ല പേഴ്സണലി. ഇതെൻ്റെ മാത്രം ഒപ്പീനിയനാണ് എന്ന് ഞാൻ പറഞ്ഞോട്ടെ. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അത്യാവശ്യം നല്ല പോസിറ്റീവ് പറഞ്ഞൊരു സിനിമ, ഞാൻ വന്ന് നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ മീൻസ് ഡീഗ്രേഡിങ് ആണ് എന്നുള്ളൊരു തോട്ടൊക്കെ വരും. പക്ഷേ എനിക്കെന്തോ മീൻസ് എൻ്റെ മനസ്സിൽ എനിക്ക് ഓണസ്റ്റായി തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സിനിമയിൽ അഭിനയത്തിനെ പറ്റിയൊന്നും ഞാൻ ഒരു കുറ്റം പറയുന്നില്ല. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും അടിപൊളി കിടിലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മമ്മൂക്കയുടെ കാര്യം നമ്മളെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ ആ ജഡ്ജ് ചെയ്യാൻ പോയിട്ട് ഒരു ഇതുപോലും പറയാനില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ട് മൂപ്പര് അഭിനയിച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അർജുൻ അശോകനായാലും സിദ്ധാർത്ഥ് ഭരതനായാലും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ അവർ തന്നെയാണ് മെയിനായിട്ട് 3 പേരായിട്ട് വരുന്നത്. സോ സിനിമ അടിപൊളി. ഒരു മനയും അതിലത് ചുറ്റപ്പെട്ട് മീൻസ് ഒരു ലൂപ്പ് എന്ന് പറയാൻ പറ്റില്ല. അതിലിങ്ങനെ ഇതിൽ പെട്ടുപോയി നമ്മൾ പുറത്ത്, അതായത് സർവൈവൽ ത്രില്ലർ എന്നൊക്കെ പറയുന്നില്ലേ, ആ ഒരു ജേണറിലൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സിനിമ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണെന്ന് ചോദിച്ചാൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. ഇപ്പോൾ ഒ ടി ടിയിൽ വരുമ്പോൾ കുറച്ചും കൂടി ഷെയ്ഡൊക്കെ താന്ന്, ഇത് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ. അപ്പം കുറച്ചും കൂടി ഷെയ്ഡൊക്കെ താന്ന് നിങ്ങളത് കാണുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഒ ടി ടിയിൽ കാണുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് മുഴുവനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ ഒരു പടം കാണുക എന്നാണ് ഞാൻ പറയുന്നത്. തിയേറ്ററിൽ തന്നെ പോയി കാണുക. അതൊരു ഒരുപാട് പേർക്ക്, നമ്മളെ കൂട്ടത്തിൽ വരുന്ന ഒരുപാട് പേർക്ക് പടം അടിപൊളിയായിട്ട് അത്രത്തോളം കണക്റ്റായി, അത്രത്തോളം ഇഷ്ടപ്പെട്ടു. എന്നിലെ സിനിമാസ്വാദകന് അത് കണക്റ്റ് ആവാത്തതുകൊണ്ട് ആണ്. മീൻസ് അത് എൻ്റെ സിനിമാസ്വാദനത്തിൻ്റെ പ്രശ്നമായിരിക്കാം 100%. അപ്പം ബാക്കി എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിനെക്കാട്ടും കുറച്ചും കൂടി ഇൻറ്റൻസീവായിട്ട് തോന്നിയത് സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് മീൻസ് നമുക്ക് ചില സമയത്ത് നമ്മളെന്ന് പറയില്ലേ ഇങ്ങ് കഴിഞ്ഞ് കിട്ടി മീൻസ് അല്ലെങ്കിൽ ആ ഒരു ഇതാക്ക് എന്നുള്ള രീതിയിൽ ചില പോർഷൻസിൽ അങ്ങനെ തോന്നി. അതാണ് ഞാൻ പറഞ്ഞത്. മീൻസ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പം അതാണ്. ഇപ്പം അഭിനയത്തിൻ്റെ കാര്യത്തിലൊന്നും ഇവരൊന്നും ഒട്ടും മോശമല്ല കേട്ടോ. അഭിനയത്തിലൊക്കെ ഭയങ്കര 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 ഹെവി ആയിട്ട് തന്നെ സാധനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സാധാരണ പ്രേക്ഷകന് ഇപ്പം സിനിമ കാണുന്നവർ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ വായിച്ചിരുന്നത്. അതിൻ്റെ ഒരു സംഭവം തന്നെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. സിനിമ അടിപൊളിയാണ് അല്ലെങ്കിൽ അടിപൊളിയല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത്. സോ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങൾ പോയി സിനിമ കാണുക ഗൈസ്. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.